നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇബാദത്തുകളും അല്ലാഹു തആല സ്വീകരിക്കാനുള്ള ഏറ്റവും പ്രധാനമായും നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് ഇഖ്ലാസ് എന്നുള്ളത്. ഇഖ്ലാസ് ഇല്ലാതെ എത്ര അമൽ ചെയ്താലും അള്ളാഹുവിന്റെ അടുത്ത് അതിന് സവാബ് കിട്ടൂല. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു വിഷയം, പുറമേ അത് കാണാൻ പറ്റൂല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റഖീബാത്തീൽ അലൈഹിമുസ്സലാത്തു വസ്സലാമിന് പോലും എഴുതി വെക്കാൻ അള്ളാഹു അധികാരം കൊടുക്കാത്ത ഒരു വിഷയമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എഴുതി വെക്കും. അതിന് നിസ്കരിച്ച നിസ്കാരം, സുബഹി നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് എന്ന് എഴുതി വെക്കും. പക്ഷെ ആ നിസ്കാരം ഇഖ്ലാസ് ഉള്ളതാണോ അല്ലാത്തതാണോ എന്ന് എഴുതി വെക്കാൻ ആ മലക്കുകൾക്ക് പോലും അള്ളാഹ് ചുമതല കൊടുത്തിട്ടില്ല. അത് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആരും കാണാതെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു വിഷയമാണ് ഇഖ്ലാസ് എന്നുള്ളത്. അതില്ലാതെ എത്ര അമൽ ചെയ്താലും ആ അമൽ പരിപൂർണമല്ല. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള എല്ലാ വലിയ വലിയ ആളുകളൊക്കെയും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഇബാദത്ത് ചെയ്തവരാണ്. എന്നാലും അവർ പറഞ്ഞൊരു വാക്ക് എന്താ? അള്ളാഹനെ വിളിച്ചവർ പറഞ്ഞു, പടച്ചോനെ, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ടത് പ്രകാരം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലാഹ്. ഹബീബായ തങ്ങളടക്കം പറഞ്ഞ വാക്കാണ്, സിദ്ദീഖ് തങ്ങളടക്കം പറഞ്ഞ വാക്കാണ്. പടച്ചോനെ, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട ക്രമത്തിൽ, ആ റൂട്ടിൽ, ആ വഴിയിൽ ഇബാദത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ അല്ലാഹ്. നമ്മളെ അവസ്ഥ എന്താ? ആ മഹത്തുക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവാചകനെ പോലെ ആബദായ അദ്ഭുതയായ ഒരാൾ ലോകത്തിന് വരാനുണ്ടോ? റസൂലുള്ളാഹിനെ പോലെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. റസൂലുള്ളാഹി ഞങ്ങളെ പോലെ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച ഒരാൾ ഇനി വരാനില്ല. അത്രയും വലിയ ആ ഹബീബ് പോലും അങ്ങനെ പറഞ്ഞു. അപ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെയും നാം പരിഗണിച്ചില്ലെങ്കിൽ, നാം ചെയ്യല് ആ രൂപത്തില നമ്മുടെ പ്രവർത്തനങ്ങളായില്ലെങ്കിൽ നാം ഒക്കെയും വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരും. അവരെ പോലെ കഴിഞ്ഞില്ലെങ്കിലും കഴിയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ഒരു ഇഖ്ലാസിന്റെ വഴി നാം ഉണ്ടാക്കണം. മഹാന്മാരങ്ങനെയാണ്. മഹാനായ സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര പേടിച്ചാണ്. ചെയ്ത അമലുകളിലൊക്കെയും വലിയ ഇഖ്ലാസോടെ പ്രവർത്തിച്ച മഹാനാണ്. ഒരു ദിവസം മദീനത്തെ വഴിയിൽ ഇബ്നു ഉമർ തങ്ങളെ മറ്റുള്ള സ്വഹാബത്തൊക്കെയും കൂടി നിർബന്ധിപ്പിച്ച് ഇമാമത്ത് നിർത്തിയത്. ഇമാമത്തിന് നിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകാത്ത മഹാനായിരുന്നു. ആളുകളൊക്കെയും കൂടി നിർബന്ധിപ്പിച്ച് ഇമാമത്ത് ആരെ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ആ ഇമാമത്തിന് നിസ്കാരത്തിന് കഴിയും ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങി. സൂറത്ത് ഓതുന്നതിന്റെ ഇടയിൽ ഒരു ആയത്തോ, അതായത് യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ആളുകൾ മുഴുവനും റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ എന്നൊരായത്താണ്. ആ ആയത്ത് ഓതലോടുകൂടി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അവിടെ വീണുപോയി, ബോധം കെട്ട് വീണുപോയി. അപ്പൊ ബാക്കിയുള്ള വിനൊരു സ്വാമി വന്ന് നിസ്കാരം പൂർത്തിയാക്കി. അപ്പൊ അവരുടെ നിസ്കാരത്തിന്റെ ഗാംഭീര്യത എന്താണ്? എത്ര വലിയ അല്ലാഹുവിനെ ഖുർആൻ ഓതുമ്പോഴും അല്ലാത്ത സമയങ്ങളിലൊക്കെയും അവരൊക്കെയും അല്ലാഹുവിനെ ഓർത്തവരായിരുന്നു. അതുകൊണ്ടല്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ശത്രുവായ മനുഷ്യർ ഉപയോഗിച്ച സമയത്തായിരുന്നു. തങ്ങൾ കൊല്ലപ്പെട്ടത് എവിടെയാ? മദീനത്തെ പള്ളിയുടെ മിഹ്റാബിന്റെ ഉള്ളിൽ വെച്ചിട്ട്. തങ്ങൾ നിസ്കാരത്തിന് ഇമാമാണ്, നിസ്കാരത്തിന് ഇമാമാണ്. ആ സമയത്താണ് ബാക്കിൽ നിന്നിട്ട് ഒരു മനുഷ്യൻ ആയുധത്തിൽ വിഷം കൂറ്റി ഉമർ തങ്ങളെ കൊന്നു, കുത്തി. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ ഇടയിൽ വീണു. എന്തിനു വേണ്ടി? ആ ശത്രുവായ മനുഷ്യൻ നിസ്കാരം എന്നൊരു സമയം ഉപയോഗിച്ചു. അയാൾക്കറിയാം സ്വഹാബത്തിന്റെ നിസ്കാരം അങ്ങനെയാണ്. നമ്മളെ പോലെ കറണ്ട് പോയാലും വന്നാലും അറിയുന്ന നിസ്കാരമൊന്നും അല്ല. അപ്പൊ കറണ്ട് പോയാലും അറിയും. അത് കാരണം ഫാൻ സ്റ്റോപ്പായി, AC സ്റ്റോപ്പായി, ചൂട് വരാൻ തുടങ്ങി. നമ്മുടെ നിസ്കാരം അങ്ങനെയാണ്. ആരും ഒരാൾ വന്നാലും പോയാലും. പക്ഷെ സാഹബത്തിന്റെ നിസ്കാരം അങ്ങനെയല്ല. അയാൾക്കറിയാം ഓരോ നിസ്കാരത്തിന് നിന്നാൽ എന്ത് ചെയ്താലും പ്രശ്നമല്ല. കാരണം അവർ നിസ്കാരത്തിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ശത്രുവായ മനുഷ്യൻ അങ്ങനെയുള്ള ഒരു സമയം ഉമർ തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്.
കാരണം നിസ്കാരത്തിനാകുമ്പോ അയാൾ സേഫ്റ്റിയാണ്, അയാൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും നിസ്കാരത്തിന് അള്ളാഹിന് മുന്നിലല്ലേ, ഇവിടെ കുത്തിയാലും അറിയില്ല, കൊന്നാലും അറിയില്ല. അങ്ങനെയല്ലേ ഉമർ തങ്ങൾ വീണപ്പോ ഉമർ തങ്ങൾ പറഞ്ഞ വാക്കെന്താ? എന്നെ കൊണ്ടുപോയി എന്നെ ചികിത്സിക്കൂ, എനിക്ക് മരുന്ന് തരൂ എന്നൊന്നുമല്ല, അട്ടഹാസിച്ചുകൊണ്ട് പറഞ്ഞത് അസ്വലാ, നിസ്കാരം പൂർത്തിയാക്കുമെന്നാണ്. വേദന കൊണ്ട് കടയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമയത്ത് പോലും സ്വഹാബത്തിനോട്, കൂട്ടുകാരോട്, മഅ്മൂമീങ്ങളോട് പറഞ്ഞത് നിസ്കാരം നിർത്തരുത്, പകുതിയിലാകരുത്, അത് പൂർത്തിയാക്കൂ എന്ന് അട്ടഹാസിച്ച് പറഞ്ഞ നേതാവാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. കാരണം ഇഖ്ലാസാണ്. അവർ ചെയ്ത അമലുകളിലൊക്കെയും ആ രൂപത്തിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു ചരിത്രം വായിച്ച് യൂറോപ്പിൽ വൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിന്റെ ശത്രുവായ രാജാവ് യൂറോപ്പിലൂടെ കടന്നു വരുമ്പോ ഒരു പള്ളിയിൽ മുഅ്മിനീങ്ങൾ നിസ്കരിക്കാറ്. ഒരാൾ ഇമാമാണ്, ഒരാളുകൾ മഅ്മൂമായി നിസ്കരിക്കുന്നു. അങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടപ്പോ അയാൾ ഇസ്ലാമിന്റെ ശത്രുവാണ്. സ്വഹാബത്തിന്റെ കാലത്തിന്റെ ചരിത്രമൊന്നുമല്ല, ഇസ്ലാമിക ചരിത്രത്തിന് ശേഷം വന്ന ചരിത്രമാണ്. അപ്പോ അയാൾ വരുമ്പോ നിസ്കരിക്കുന്ന കണ്ടപ്പോ അയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവരെങ്ങനെ കാത്തിരുന്നു. അങ്ങനെ ഇമാമ ചെയ്യുന്ന ആള് റുക്കൂയിലേക്ക് പോയിന്നാണ്. ഫാത്തിഹയുടെ ഓതി റുക്കൂയിൽ പോയ സമയത്ത് ആ രാജാവും ഇസ്ലാമിന്റെ ശത്രുവായ രാജാവും ചെയ്തെന്നറിയോ, റുക്കൂയിൽ പോയ ഇമാമിന്റെ തല വെട്ടിയെടുത്തു. ഇമാമ് റുക്കൂയിലേക്ക് പോകുമ്പോ ആ റുക്കൂയിൽ പോയ ഇമാമിന്റെ തല വെട്ടിയെടുത്തപ്പോൾ അയാൾ ഏതായാലും വീണില്ലേ, പിന്നൊരാള് മാമുമായിരുന്ന ആള് മുന്നിൽ വന്നു ഇമാമത്തിന് വേണ്ടി നിന്നു. എന്നപ്പോ അയാളുടെ തലയും വെട്ടിയെടുത്തുന്ന റുക്കൂയിൽ പോയപ്പോഴാണ് ആ മനുഷ്യന്റെ തലയിൽ. അതും മതിയായില്ല, മൂന്നാമത്തെ ആൾ വന്നു നിന്നു. സുബ്ഹാനല്ലാഹ്, ഇവിടെ ഇമാമിന്റെ ഊക്ക് കണ്ടു. ഞമ്മണ്ടാവും, നമ്മുടെ ഇമാമിന് ആരെങ്കിലും വെട്ടിക്കൊന്നാൽ ഞമ്മ പള്ളിയുണ്ടാവും? ഇല്ല. നമ്മുടെ ഇമാനാണ്, കുറച്ചാൽ ഇമാം പലസ്തീൻകാരാണ്. എന്ത് പൊട്ടിയാലും അവർ നിസ്കരിക്കുന്നുണ്ട്. എത്ര ആളുകൾ മരിച്ചു പോയാലും അവരുടെ പള്ളിയിലുള്ള പള്ളി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അവർക്ക് പറ്റുന്നത് പോലെ ബാങ്കും ഇമാമത്തും അവർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആത്മാർത്ഥതയാണ്. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ പള്ളിയിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ, ഒരു ചുറ്റുപാടാണെങ്കിൽ അല്ലാഹു സലാമത്താക്കട്ടെ. ആ രൂപത്തിൽ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളികളില്ലായ്മ ചെയ്യണം, മദ്രസകൾ കൂട്ടണം, പള്ളിയുടെ എല്ലാ വഖഫിന്റെയും സമ്പാദ്യങ്ങളൊക്കെയും അടിച്ചു മാറ്റണം എന്ന നിയ്യത്തോടെയാണ്. എന്താ, ഒരാളുകൾ ഇങ്ങനെ പ്രതിഷേധിക്കുന്നു, അൽഹംദുലില്ലാ. എന്നാലും ഈ പ്രതിഷേധത്തിന്റെ ഇടയിലൊക്കെ നമ്മുടെ കൗമും ചെയ്യുന്ന പ്രവർത്തനം കണ്ടാൽ അല്ലെ, പല ചെറുപ്പക്കാർക്ക് ഇതൊന്നും ബോധമില്ലാത്ത പോലെ രാത്രി മുഴുവനും കളി, രാത്രി മുഴുവനും വർക്കൊയ്ക്കലും, ബാറ്റ് പിടിക്കലും, ബോളിട്ട് അല്ലെ. നല്ല ആളുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് താജ് നിസ്കരിച്ച് ദ്വാരക്കാണ്. പക്ഷെ ആ ദ്വാ ഇജാബത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഒരാളുകൾ നന്നായിട്ട് കാര്യമില്ല. ഒരാളുകൾ നന്നാവുമ്പോ അതിനൊക്കെയും ആ ദ്വാക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ആയി മാത്രം നടക്കുന്ന ഒരു കൗമി ലോകത്തുണ്ട്. അവരാണ് നമ്മുടെ ശാപം എന്ന് പറയാം, അവരാണ് നമ്മുടെ ബുദ്ധിമുട്ടെന്ന് പറയാം. മുസ്ലിമീങ്ങളാണ്, ചെറുപ്പക്കാരാണ്, ആരോഗ്യത്തിന്റെ ഊക്കാണെന്ന് പറയാം. അള്ളാഹുവിടുത്തെ ആരോഗ്യത്തിന്റെ ഊക്ക് കൊണ്ട് അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. എന്ത് വഖഫ്, എന്ത് പള്ളി, എന്ത് മദ്രസ, എന്ത് അടച്ചാൽ നമുക്ക് എന്താ എന്ന ചിന്തയിലാണ് പറഞ്ഞു വന്നത്. ആ രൂപത്തിൽ 2-3 ഇമാമിങ്ങളുടെ തലയെടുത്തിട്ട് പോലും ബാക്കിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾ നിന്നില്ല എന്നാണ്. എന്താ കാരണം? അത് അവരുടെ ഈമാനായിരുന്നു, സഹാബത്തൊന്നുമല്ല. യൂറോപ്പിൽ നടന്ന ചരിത്രമാണ്, ഇസ്ലാമിക ചരിത്രമാണ്. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത്, ഇഖ്ലാസില്ലാതെ എന്ത് അമൽ ചെയ്താലും അള്ളാഹിന്റെ അടുത്തേക്ക് കൂലി കിട്ടൂല, പ്രതിഫലം കിട്ടൂല. ചെയ്യുന്നത് ചെറുതാണെങ്കിലും അതിന് ഉള്ളിൽ നല്ല ആത്മാർത്ഥതയോടെ അള്ളാ കാണണം, അള്ളാ പൊരുത്തപ്പെടണം, അള്ളാഹിന്റെ അടുത്ത് കൂലി കിട്ടണം എന്ന നിയ്യത്ത് നമ്മുടെ ഉള്ളിലുണ്ടായാൽ ചെറുതായാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമുക്ക് ഇഖ്ലാസും ഈമാനും തഖ്വയും അള്ളാഹു പൊരുത്തപ്പെടുന്ന എല്ലാ സ്വഭാവങ്ങളും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ പടച്ചവനെ ഉണ്ടാക്കി തരണേ അല്ലാഹ്. എത്ര ആളുകൾ നമ്മുടെ ഇക്കാലത്ത് പോലും ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന എത്രയോ നല്ല നല്ല മനുഷ്യന്മാർ, ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും പലരും കൊണ്ട് പടച്ചവനെ. അതുപോലെ അല്ലാഹ് നമ്മുടെ ജീവിതവും നീ പൊരുത്തപ്പെടുന്ന ജീവിതമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, പറയത്തക്ക ഈ അമലുകളൊന്നും നമ്മുടെ കയ്യിലില്ല പടച്ചവനെ. ചെറിയ ചെറിയ നിസ്കാരങ്ങൾ, 5 വക്ത് നിസ്കാരം, അതിന് ചെറിയൊരു സമയം
അത് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇബാദത്തിനായി തെരഞ്ഞു വെച്ചിട്ടുള്ളൂ. അതല്ലാതെ പാദയാത്രയുടെ നിസ്കാരം, ആരും കാണാത്ത അമലുകൾ, അല്ലാഹുവേ അതൊന്നും നമ്മുടെ കയ്യിലില്ല. പടച്ചോനെ, ചെയ്തത് നിന്റെ ഫضل കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനെ. ചെയ്തതിൽ വല്ല പോരായ്മകൾ, ഖതലുകൾ, അബദ്ധങ്ങൾ അല്ലാഹുവേ വന്നുപോയിട്ടുണ്ടെങ്കിൽ കൊണ്ട് പടച്ചോനെ അത് മുഴുവനും ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് കൊണ്ട് പരിഹരിച്ചു തരണേ അല്ലാ. ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാലം ആഫിയത്തോട്, ആരോഗ്യത്തോട് നീ പൊരുത്തപ്പെടുന്ന പല അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് താ അല്ലാഹ്, തൗഫീഖ് താ റബ്ബേ, തൗഫീഖ് താ അല്ലാഹ്. എത്രയോ ആളുകൾ യാ അല്ലാഹ് ആരോഗ്യമുള്ള സമയത്ത് പള്ളിയിലും വീടുകളിലും ഇബാദത്തിനായി കൂടി എത്രയോ ആളുകൾ ഇന്ന് ആരോഗ്യ പ്രശ്നം കൊണ്ട് വീട്ടിലാണ്, ഹോസ്പിറ്റലിലാണ്, പലരും കൊണ്ട് പടച്ചോനെ, ആണുങ്ങളും പെണ്ണുങ്ങളും ശിഫാവ് നൽകണേ അല്ലാഹ്, അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യമുള്ള സമയത്ത് അവർ ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലം രോഗികളായി കഴിയുന്ന സമയത്തും അവർക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ റബ്ബേ. പടച്ചോനെ, രോഗികളായി എത്രയോ ആളുകൾ പടച്ചോനെ, ഒരു കൂട്ടുകാരന്റെ ചെറിയൊരു കുട്ടി സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, ഇവിടെ അവസാനിച്ച ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ശിഫാവ് നൽകുന്ന, ശിഫാവ് നൽകുന്ന ആരോഗ്യവന്മാരായി പെട്ടെന്നായവരുടെ ജീവിതത്തിലേക്ക് നീ തിരിച്ചെത്തിക്കണേ റഹ്മാനെ. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന ഇവിടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സുകൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഏതെല്ലാം രൂപത്തിൽ നമ്മുടെ പള്ളിക്ക് വേണ്ടി ആരൊക്കെ സഹായിച്ചവരുണ്ടോ, സഹകരിച്ചവരുണ്ടോ, നമ്മുടെ പള്ളിയെ സ്നേഹിച്ചവരുണ്ടോ, അവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും പകരമായി ധാരാളമായി ഖൈറാത്തുകൾ, ഹസനാത്തുകൾ അവരുടെ ജീവിതത്തിൽ, അതുപോലെ അവരിൽ നിന്ന് മരിച്ചുപോയവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى